സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ പാറ്റകൾ ഡൽഹിയിൽ ഇറങ്ങി. കോക്രോച്ച് ജനതാ പാർട്ടി ഇറങ്ങി. അവർ പ്രതിഷേധം നടത്തി, സമാധാനപരമായിട്ട് നടത്തി. അവരെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തു. ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം മുഴക്കി, മോഡിക്കെതിരെ മുഴക്കി, വർഗീയ ശക്തികൾക്കെതിരെ മുഴക്കി, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ മുഴക്കി. ഇതൊക്കെ കഴിഞ്ഞ് സമാധാനപരമായി അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ കുറെ സംഘികളുണ്ട്, ക്രിസംഘികളുമുണ്ട്. അതിൽ ക്രിസംഘിയിൽ മെയിനായിട്ടുള്ള ആളെന്ന് പറയുന്നത് മറുനാടൻ ഷാജസ്കറിയാണ്. തെണ്ടിത്തരെ നാക്കെടുത്താൽ പറയുള്ളൂ. പറയണ രാജ്യദ്രോഹികളാണ് അവർ. ആര് രാജ്യദ്രോഹികളാണ്? കോക്രോച്ച് ജനതാ പാർട്ടി പാറ്റകൾ എന്നറിയപ്പെടുന്ന അവർ രാജ്യദ്രോഹികളാണ്, ദേശദ്രോഹികളാണ്, രാജ്യത്തോട് സ്നേഹമില്ലാത്തവരാണ്, കൂറില്ലാത്തവരാണ്. അതായത് മോഡിയെയോ സംഘപരിവാറുകാരെയോ എതിർത്താൽ അത് രാജ്യദ്രോഹമാകുന്നത് എങ്ങനെയാണ്? എന്ത് വിവരക്കേടാണ് പറയുന്നത്? അപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ വിമർശിക്കാൻ പാടില്ല, അവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല, അവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അത് മറുനാടൻ ഷാജസ്കറിയായ പോലെയുള്ള ചെറ്റകൾ ചെയ്താൽ മതി. സാധാരണക്കാരൻ അത് ചെയ്യേണ്ട കാര്യമല്ല. നിനക്ക് പല കാര്യങ്ങളും കാണും, പല നേട്ടങ്ങളും ചിലപ്പോൾ മോഡിയെ കൊണ്ടോ സംഘപരിവാരക്കാരെ കൊണ്ടോ ഉണ്ടാവും. അതുകൊണ്ട് നീ പാടി നടന്നോ, നീ അവരെ പുകഴ്ത്തിക്കോ. സാധാരണ ജനങ്ങൾ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് തിന്നുന്നവരാണ്. നിനക്ക് അധ്വാനിച്ച് തിന്നയല്ല, നിനക്ക് ഒരുപാട് കുറെ ഉണ്ടാക്കി കൂട്ടണമെന്നുള്ള ആഗ്രഹമാണ്. ആർക്ക് വേണ്ടിയാണ് നീ ഉണ്ടാക്കുന്നത്? വല്ല കാര്യമാണ്? ഇതാരെങ്കിലും മരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോകും? ഇല്ല, അത് മനസ്സിലാക്കണം. അതായത് ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഏതെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയാണ്, ജനങ്ങൾക്ക് നൽകിയാണ് അധികാരത്തിലേറിയത്. എന്നിട്ട് ആ വാഗ്ദാനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റിവെക്കും. സമയാസമയങ്ങളിൽ ആ പള്ളി നമ്മുടേതാണ്, ആ പള്ളി പഴയ ക്ഷേത്രമായിരുന്നു, ആ പള്ളിയുടെ അടിയിൽ രാമന്റെ വിഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മറ്റേ ചർച്ചിന്റെ അടിയിൽ സീതാദേവിയുടെ വിഗ്രഹമുണ്ട് എന്ന് പറയുന്ന അവിടെ വിപ്ലവം ഉണ്ടാക്കുകയല്ലാതെ, അവിടെ വിഭാഗീയത ഉണ്ടാക്കുകയല്ലാതെ, അവിടെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി മോഡിയും മോഡിയുടെ ഈ സംഘവും എന്താണ് ഈ 10-14 വർഷമായിട്ട് ചെയ്തത്? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്തതായിട്ട് ഇവിടെയുള്ള സാധാരണ ഇന്ത്യക്കാർക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? അതായത് ഏതെല്ലാം തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കാനൊക്കും, ഏതെല്ലാം തരത്തിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കാനൊക്കും, അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അവസാന കൈക്ക് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ, അതായത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ഈ പശുവിനെയെങ്കിലും നിങ്ങൾ ദേശീയ മൃഗമായിട്ട് അംഗീകരിക്കണം. അതൊക്കില്ല, അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. അത് പശു അമ്മയാണ്, ജിഹാദിയാണ്, മറ്റൊരു മുസ്ലിങ്ങളെല്ലാം ഇതിനെ പിടിച്ച് കൊന്ന് തിന്നയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോ ഈ ചെയ്യുന്നതെല്ലാം അവർ തന്നെയാണ്. അപ്പൊ അവരടുത്ത് മുസ്ലിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇനി പശുവിനെ അറക്കുന്നില്ല, പശുവിനെ ഞങ്ങൾക്ക് വേണ്ട, അതൊക്കില്ലാന്നും പറഞ്ഞ് ഈ RSS ഹിന്ദു പരിഷത്തുകാർ എല്ലാവരും കൂടെ വന്നിട്ട് മുസ്ലിങ്ങളെടുത്ത് പറയണം, നിങ്ങൾ ഈ പശുവിനെ വാങ്ങിക്കണം, നിങ്ങൾ ഇതിനെ കൊണ്ടുപോയി കണ്ടിക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ലഹള ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ എന്തായാലും ശരി, ഈ പെരുന്നാളിന് ഞങ്ങൾ എന്തായാലും പശുവിനെ വാങ്ങിക്കുന്നില്ല, ഞങ്ങൾ പശുവിനെ അറുക്കുന്നില്ല. ആകെ പോയില്ലേ, അവരുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞില്ലേ. കാരണം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യയിൽ നിന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ചെയ്യുന്നതെല്ലാം BJP RSSകാരാണ്. പക്ഷെ അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാം മുസ്ലിം പേരിട്ടാണ് കയറ്റി വരുന്നത്. അതാണ് വിരോധാഭാസം എന്ന് പറയുന്നതാണ്. എന്നിട്ട് ഈ പശുവിനെ നിങ്ങൾ എന്നാ അമ്മയാണല്ലേ, മറ്റതല്ലേ, മറിച്ചതല്ലേ, നിങ്ങൾ പറയുന്നതല്ല പശുവിന്റെ ചാണകം തിന്നാൻ കൊള്ളാം, പശുവിന്റെ മൂത്രം കുടിക്കാൻ കൊള്ളാം എന്നാൽ അതിനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കുക. അത് പ്രഖ്യാപിക്കില്ല. കാരണം ഇവിടെ വർഗീയതകളെ എങ്ങനെ ഉണ്ടാക്കും? അധികാരം എങ്ങനെ നിലനിർത്തും? അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ BJPക്കാർക്ക് ദൈവത്തിനോടും വിശ്വാസമില്ല, ഭൂമിയോടും വിശ്വാസമില്ല, പശു അമ്മയും അല്ല, കാള തന്തയും അല്ല എന്നുള്ള രീതിയാണ്. അവർക്ക് എങ്ങനെയായിരുന്നാലും ശരി അധികാരം നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, അതല്ലാതെ യാതൊരു ചിന്തയും അവർക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കോക്രോച്ചിന്റെ കാര്യം. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്, അവർ ജനങ്ങൾ സംഘടിച്ചു. കാരണം ഇവിടെ നീറ്റ് പരീക്ഷ നടത്തി, മറ്റത് നടത്തി, മറിച്ച് നടത്തി, എന്തെല്ലാം തരത്തിൽ അഴിമതിയാണ്. അവര് തന്നെ
ചോദ്യപേപ്പർ തയ്യാറാക്കുന്നു, അവർ തന്നെ അത് പൈസ വാങ്ങിച്ചുകൊണ്ട് പുറത്തു കൊടുക്കുന്നു. ബാക്കിയുള്ള മാതാപിതാക്കൾ, ഈ കുട്ടികൾ ഉറക്കമൊഴിഞ്ഞ് എത്രയോ വർഷം അവർ അതിന്റെ എല്ലാം നഷ്ടപ്പെടല്ലേ. ഒരു വിഭാഗം ജനങ്ങൾ ബുദ്ധിമാന്മാരും ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാക്കുന്ന ഈ ഈ മോഡിയുടെ ഗവൺമെന്റും ഈ സംഘപരിവാറുകാർ ഈ രാജ്യത്തെ നശിപ്പിച്ചേ അടങ്ങുള്ളൂ. അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്ത് 8 ബില്യൺ ഡോളറിന് പിന്നെ ഇന്ത്യയുടെ പിന്നെ സ്വർണം വിറ്റ ആളാണ്. എന്താ കഥയാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ സ്വർണം ഈ ചരിത്രത്തിൽ ഇന്ന് വരെ ഇന്ത്യ സ്വർണം വിറ്റിട്ടില്ല. അതായത് റിസർവ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വർണമാണ്. നമ്മൾ നോട്ടടിക്കുന്നതിനനുസരിച്ച് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന ആ സ്വർണം എടുത്ത് വിറ്റ ആളാണ് ഈ മോഡി. എന്നിട്ട് ആരെങ്കിലും ചർച്ചയാകുന്ന അപ്പൊ ദേശസ്നേഹമാണ്. ദേശത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ സെക്യൂരിറ്റി ആക്കി വെച്ചിരിക്കുന്ന സ്വർണം എടുത്ത് വിറ്റത്. അപ്പോ 8 ലക്ഷം കോടി രൂപ ഇവിടെയുള്ള ധനാഢ്യന്മാരുടെ BJP RSSകാർക്ക് കുഴലൂത്ത് ചെയ്യുന്ന ധനാഢ്യന്മാരുടെ എഴുതിത്തള്ളി 8 ലക്ഷം കോടി രൂപ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യക്കാർ മനസ്സിലാക്കണം. സാധാരണ ജനങ്ങൾ 50,000 രൂപ 25,000 രൂപ ഒരു കാർഷിക ലോണാ മറ്റേതാ മറിച്ചാ എടുത്ത് അവരുടെ വീട് വന്ന് ജപ്തി ചെയ്യും. അപ്പൊ 8 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയ ഈ സർക്കാരാണ്. മനസ്സിലാക്കണം നമ്മൾ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും പോവർട്ടി ലൈനിലും താഴെ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് ഇവിടെ. മഴ പെയ്താൽ ചോരാതെ ആ വീട് മൊത്തം ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുട്ടികളും അമ്മമാരും ഉണ്ട് ഈ രാജ്യത്ത്. അതിനെയൊന്നും കാണാതെ ഈ ധനാഢ്യന്മാർക്ക് വേണ്ടി യവന്മാർ ഈ സേവ ചെയ്യുന്ന ഈ പരിപാടി ഇത് എത്ര കണ്ടാണ് ജനങ്ങൾ സഹിക്കുന്നത്. ജനങ്ങൾ അവസാനം ക്ഷമകെട്ട് കയ്യിൽ കിട്ടിയ ആയുധം എടുത്ത് ഇവരെയൊക്കെ തകർക്കും. അല്ലാതെ ഇനി ഈ ഭരണം കൊണ്ട് ഈ അതായത് ജുഡീഷ്യറി അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, മിലിറ്ററി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഇന്ത്യയിലുള്ള എല്ലാ സൈനിക സ്കൂളുകൾ നടത്താനായിട്ട് RSSകാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ ഒരു ദളിതനോ ഒന്നും ആർമിയിലൊന്നും നല്ല സ്ഥാനത്ത് വരില്ല. സാധാ കൂലിയായിട്ട് ഏതെങ്കിലും ഒരു പിന്നെ പട്ടാളക്കാരനാവാനേക്കുള്ളൂ. അതായത് ഉയർന്ന തസ്തികൾ കംപ്ലീറ്റ് ഇവർ ഈ ബ്രാഹ്മണ മേധാവിത്വമുള്ള അതായത് സംഘപരിവാർക്കാർ മാത്രമേ ഇനി വരുള്ളൂ. അതുകൊണ്ടാണ് ലോകത്ത് ആരെങ്കിലും ചെയ്യുന്നതാണ്. ഇന്ത്യ എത്രയോ വർഷമായത് എല്ലാ സമുദായക്കാരും വലിയ വലിയ സ്ഥാനങ്ങളിലും മിലിറ്ററിയിലും എയർഫോഴ്സിലും ഈ പിന്നെ നേവിയിലും ഒക്കെ ആകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഗവൺമെന്റ് ആണ് നടത്തിയിരുന്നത്, അതിപ്പോ സംഘപരിവാറുകാർക്ക് നടത്താൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്ര ചെറ്റത്തരമാണ്. ഇവിടെയുള്ള ചാനലുകളിലൊന്നും ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്ന് സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറമാണ്. എന്തായാലും ശരി, നമ്മുടെ രാജ്യം പോകുന്ന പോക്ക് വളരെയധികം അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ്. അതിന് ഈ കോക്രോച്ച് പോലുള്ള പിന്നെ കൂട്ടായ്മ, യുവജനങ്ങളുടെ കൂട്ടായ്മ രംഗത്തിറങ്ങിയാലേക്കുള്ളൂ. പ്രതിപക്ഷ കക്ഷികൾ ചുമ്മാ ഇരിക്കരുത്. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവരെ കൂടെ ഇറങ്ങി പുറപ്പെടുക. ആര് നടത്തിയാലും ശരി, ഗവൺമെന്റിനെതിരെ മോഡിക്കെതിരെ അതായത് കാണിക്കുന്ന തെമ്മാടിത്തരത്തിനും സ്വജനപക്ഷപാതത്തിനും ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണം. പ്രതികരിക്കാതിരുന്നാൽ ഇനിയും ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. മോഡിയെ സ്തുതിക്കുന്നവർ പറയും രാജ്യദ്രോഹികളാണ്, ദേശസ്നേഹികളല്ല എന്ന് പറയും എന്ന് കരുതി നിങ്ങൾ മിണ്ടാതിരിക്കരുത്. കാരണം ഈ രാജ്യത്തോട് സ്കൂറുള്ളവരും സ്നേഹമുള്ളവരും രാജ്യസ്നേഹികളും ദേശസ്നേഹികളും എന്ന് പറയുന്ന ഇവിടെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ്. ഈ പണം ഉള്ള ധനാഢ്യന്മാരും വ്യവസായികളും ഗവൺമെന്റിന്റെ അതായത് മൂടോടുകൂടി വിഴുങ്ങുന്നവരും എന്ന് പറയുന്നത് ദേശദ്രോഹികളാണ്, അവർ രാജ്യദ്രോഹികളാണ്. അവർ കിട്ടുന്ന പണവും കൊണ്ട് അവര് എവിടെയെങ്കിലും പോയി അവർ ജീവിക്കും. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാ ജനങ്ങളും സാധാരണക്കാരെ ജനങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ മതപരമായും ജാതീയപരമായും ഇവർ ഭിന്നിപ്പിച്ച് അവർ അതിൽ നിന്ന് മുതലെടുത്ത് ഈ രാജ്യത്തെ ഭരണം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ഭരണം കൊണ്ട് ഇവിടെയുള്ള സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അവർക്ക് ഒത്താശ ചെയ്യുന്ന അവർക്ക് ഓശാന പാടുന്നവരെ ധനാഢ്യന്മാരാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കണം. ഇതിനെ ശക്തമായി പ്രതികരിക്കണം. വേണ്ടി വന്നാൽ തെരുവിലിറങ്ങേണ്ട ഒരു സമയമുണ്ടായാൽ തെരുവിലിറങ്ങി ഇവനെയെല്ലാം നമ്മൾ അടിച്ച് ഈ രാജ്യത്തിൽ നിന്നും ഓടിച്ചിക്കേണ്ട ഒരു പരിസ്ഥിതി വന്നു ചേർന്നാൽ നമ്മൾ അതിനും തയ്യാറാവണമെന്നാണ്, അതിന് നമ്മൾ തയ്യാറെടുത്ത് ഇരിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.